KSRTCയിൽ ഡ്യൂട്ടി പരിഷ്കരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ഗണേഷ് കുമാർ അവറുകൾ ആദ്യമായി പറഞ്ഞൊരു കാര്യമാണ് എനിക്ക് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നതിനെക്കുറിച്ച്. 13 മണിക്കൂർ 14 മണിക്കൂർ നിങ്ങൾക്കൊരു കസേരയിൽ ഇരുന്ന് പാട്ട് കേൾക്കാൻ സാധിക്കുമോ എന്ന് ചോദിക്കുക. എല്ലാ ബസ്സുകളും എല്ലാ സ്റ്റാൻഡിലും കയറണം നിർബന്ധം പിടിക്കണ്ട. ഒരു ബസ് കയറിയാൽ അടുത്ത ബസ് കയറേണ്ട കാര്യമില്ല. ഈ ഓടിക്കുന്ന ഡ്രൈവർമാരെ പറ്റി ഞങ്ങളും ചിന്തിക്കണം. ഇതിൻ്റെ ഈ ക്ലച്ച് ചവിട്ടി ഗിയർ പിടിച്ചിട്ട് ഇങ്ങനെ പോകുമ്പം ചെറിയ പണിയല്ല അവർ ചെയ്യുന്നത്. ഇനി ഇപ്പോഴും മനസ്സിലാവാത്തൊരു തമാശ, നിങ്ങൾ തൊഴിലാളികളോടും നാട്ടുകാരോടും യൂണിയൻ നേതാക്കളോടും ഞാനൊരു സംശയം ചോദിക്കുക. 12 മണിക്കൂർ ഇപ്പോൾ ഈ കസേര വല്ല സുഖത്തിലൊക്കെ ഇട്ടേക്കുക, ആ കസേരയിൽ 12 മണിക്കൂർ നിങ്ങൾക്ക് വെറുതെ ഇരുന്ന് ഉറങ്ങാനോ ഒന്ന് വെറുതെ ഇരിക്കാനോ പറ്റുമോ? ആ കസേരയിൽ ഇരുന്നുകൊണ്ട് ഈ ക്ലച്ചും ബ്രേക്കും പിടിച്ച് 12 മണിക്കൂർ ഡ്രൈവർ ഒറ്റയടിക്ക് വണ്ടി ഓടിക്കുക എന്ന് പറയുന്നത് അത്ഭുത പ്രതിഭാസമാണ്. അത് അനുവദിക്കാൻ പാടില്ലാത്തതാണ്. ഓരോ KSRTC ജീവനക്കാരുടെയും മനം നിറഞ്ഞ ഒരു ചോദ്യമാണത്, പ്രത്യേകിച്ച് ഡ്രൈവർമാരുടെ. ആ മന്ത്രി ഭരിച്ചുകൊണ്ടിരിക്കെ മന്ത്രിയുടെ വാക്കിന് KSRTCയിൽ പുല്ലുവില എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ഞാൻ മിസ്റ്റർ ഗണേഷ് കുമാറോട് പറയുന്നു, അങ്ങ് തലകുത്തി നിന്ന് നോക്കിയാൽ ഈ KSRTCയിൽ അങ്ങേ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുകയും അങ്ങേ കാണുമ്പോൾ തൊഴുകയും ചെയ്യുന്നതല്ലാതെ ഒരു നിയമവും നടപ്പിലാവില്ല. ഇവിടെ ഒരു ലോബിയുണ്ട്. ഇവിടെ ചെക്കർമാർ മൂത്ത് വന്ന ട്രേഡ് യൂണിയൻ ലീഡേഴ്സായിട്ടുള്ള ചെക്കർമാരുടെ ലോബിയുണ്ട്. ഇവർ തീരുമാനിക്കുന്നത് ഇവിടെ നടക്കുകയുള്ളൂ. സുപ്രീം കോടതി പറഞ്ഞാൽ നടക്കുകയില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ തന്നെ നമ്മളൊരു കേസ് കൊടുത്താൽ അതിന് കണ്ടന്റ് ഓഫ് കോർട്ട് കൊടുത്തെങ്കിൽ മാത്രമേ ഈ കേസിനൊരു തീരുമാനമാകൂ. ആ KSRTCയിലാണ് അങ്ങ് വന്നു നിൽക്കുന്നത്. ഇത് ഞാൻ ബഹുമാനപ്പെട്ട ഇതിന് മുമ്പിരുന്ന KSRTCയുടെ ഏറ്റവും പ്രിയങ്കരനായ MD ബഹുമാനപ്പെട്ട ടോമിൻ തച്ചങ്കരിയോട് ഞാനിത് പറഞ്ഞതാണ്. ഞാൻ നേരിട്ടല്ല, ഞാൻ മറ്റൊരാൾ മുഖേന ഇത് അറിയിച്ചതാണ്. KSRTCയിലെ കൺട്രോളിംഗ് ഇൻസ്പെക്ടർമാരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അത് മന്ത്രിയല്ല, ഹൈക്കോടതിയല്ല, സുപ്രീം കോടതി പറഞ്ഞാലും അവന്മാർക്ക് യാതൊരു കുലുക്കവും ഇല്ല. ഏതായാലും ഞാനൊരു കാര്യം പറയാം. കൺട്രോളിംഗ് ഇൻസ്പെക്ടർമാരും ATOമാരും ചേർന്നുകൊണ്ട് KSRTCയിലെ ഡ്യൂട്ടി പരിഷ്കരിക്കാൻ പോകുന്നു. നിലവിൽ ലോകത്തിലെ ഒരു രാജ്യത്ത് പോലും കൊറോണ കഴിഞ്ഞിട്ട് അതിൻ്റെ ജീവനക്കാർക്ക് യാതൊരു വിധത്തിലുള്ള ശമ്പള കട്ടിങ്ങും ഉണ്ടാകാതെ, ശമ്പളത്തിലെ കുറവില്ലാതെ, കഴിഞ്ഞ കാലത്തിലെ കുറവ് വന്ന ശമ്പളം കൂടി നികത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന കാലഘട്ടത്തിൽ ഇവിടെ വരുന്ന അന്യസംസ്ഥാന തൊഴിലാളിയായ ബംഗാളികൾ, നമ്മൾ ബംഗാളികളെന്ന് വിളിക്കുന്നത് തെറ്റാണ് കേട്ടോ, ബംഗാളികളല്ല, അവർ ആസാം, ഒറീസ, ബീഹാർ, ഉത്തരാഖണ്ഡ്, ഇങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരുണ്ട്. അപ്പോൾ അയൽ സംസ്ഥാനം, അന്യസംസ്ഥാനം എന്ന് പറയുന്ന കാരശ്ശേരി ഭാഷ പറഞ്ഞിട്ടുള്ളതാണ് അയൽ സംസ്ഥാന ജീവനക്കാരൻ. ഇപ്പോൾ ഈ യദുവുമായി ബന്ധപ്പെട്ട്, മേയറുമായി ബന്ധപ്പെട്ട വിഷയം വന്നപ്പോഴാണല്ലോ ഒരു KSRTC ജീവനക്കാരൻ്റെ ശമ്പളത്തെക്കുറിച്ച് പറയുന്നത്. അവിടെ അയൽ സംസ്ഥാന ജീവനക്കാരൻ ഈ കേരളത്തിൽ വന്ന് പണിയുന്ന, ടെക്നിക്കലായിട്ട് അറിയാവുന്ന, അത്യാവശ്യം മേസ്തിരി പണിയോ മൈക്കാട് പണിയോ അറിയാവുന്ന ഒരാൾക്ക് 1200 രൂപ പ്രതിദിനം ശമ്പളമുണ്ട് ഒരു ഡ്യൂട്ടിക്ക്, അതായത് 8 മണിക്കൂറിന്. KSRTCയിൽ 15 കൊല്ലമായിട്ടുള്ളൊരു ഡ്രൈവർക്ക് അതില്ല. ബഹുമാനപ്പെട്ട മന്ത്രി ഗണേഷ് കുമാറിന് പരിശോധിക്കാവുന്നതാണ്. ഇവിടെ KSRTCയിൽ ഉള്ള ശമ്പളവും കൂടി വെട്ടിക്കുറയ്ക്കുക. അതായത് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡബിൾ ഡ്യൂട്ടി അത് 1.5 മാറ്റി, അതായത് ശമ്പളം കുറയുക. തൊഴിലാളി വർഗത്തിൻ്റെ ധീരോജ്ജലമായ പോരാട്ടങ്ങളുടെ ത്യാഗോജ്ജലമായ സ്മരണകൾ ഉയർത്തിക്കൊണ്ട് ചിക്കാഗോയുടെ തെരുവോരങ്ങളിൽ 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിനോദം, 8 മണിക്കൂർ വിശ്രമം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ ഐതിഹാസികമായ സമരത്തിൻ്റെ ഓർമ്മയുടെ പിൻബലത്തിൽ മെയ് 1 നമ്മൾ ഈ കഴിഞ്ഞ നാളിൽ ആചരിച്ചതേ ഉള്ളൂ. ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഈ അമേരിക്കയിൽ, ചിക്കാഗോയിൽ നടന്ന ഈ സമരത്തെ ഏറ്റെടുത്തുകൊണ്ട് ഇത് ഇടതുപക്ഷത്തിൻ്റെ തൊഴിലാളി വർഗ സർവാധിപത്യത്തിൻ്റെ വിജയമാണെന്നും കൂടി ഘോഷിക്കുന്നുണ്ട്. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായോ രണ്ടാമതായോ ചരിത്രത്തിൽ ഇന്നും ജനാധിപത്യ മാർഗത്തിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തിരഞ്ഞെടുക്കുന്ന ഒരു സംസ്ഥാനം എന്ന നിലയിൽ കേരളത്തിലെ തൊഴിലാളി വർഗം നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ ഭീഷണി ഈ പാർട്ടി തന്നെയാണോ എന്ന് സംശയിക്കേണ്ട വിധത്തിലാണ് കേരളത്തിൽ ഈ പറയുന്ന KSRTC ജീവനക്കാരുടെ തൊഴിൽ പരിഷ്കരണം നടക്കുന്നത്. ഇവിടെ 300 കിലോമീറ്റർ ദൂരം, അതായത് ഞാനിപ്പോൾ ജോലി ചെയ്യുന്ന പിറവം ഡിപ്പോയിൽ നിന്നും എറണാകുളം പാല സർവീസ് 320 കിലോമീറ്റർ ഏകദേശം വരുന്ന ഡ്യൂട്ടികളാണ്. 320 കിലോമീറ്റർ നീളം ഉള്ള സർവീസാണ്. ഈ സർവീസ് 4 തവണയായിട്ട് വണ്ടി ഓടിക്കുന്നു. 300 കിലോമീറ്റർ ദൂരം ഓടുവാൻ നമ്മളിപ്പോൾ കാറൊക്കെ പണിതിട്ട്, ഞാനത് കാണിക്കാം, കാറൊക്കെ പണിതിട്ട് ബെൽറ്റിൽ ഇതിൻ്റെ സർവീസ് ഓടിച്ച് നോക്കുന്നൊരു സംവിധാനമുണ്ട്. അത് കിലോമീറ്റർ സ്പീഡ് കൂട്ടി നോക്കും. നമ്മളൊരു ബെൽറ്റിൽ ഈ വണ്ടി നിർത്തിയിട്ട് ബെൽറ്റ് കറങ്ങുകയാണ്. അപ്പോൾ വണ്ടിയുടെ ചക്രം സ്റ്റാർട്ട് ചെയ്ത് കറക്കുന്നു, ബെൽറ്റിൽ ഈ വണ്ടി ഓടുന്നു. ഈ വണ്ടി ഓടുന്ന
ആ സമയം അങ്ങനെ ഓടിച്ചാൽ, അതായത് സ്റ്റാർട്ടിങ് പോയിന്റിൽ മുതൽ സ്റ്റാർട്ടിങ്ങിലെ ഫസ്റ്റ് മിനിറ്റ് ഫസ്റ്റ് സെക്കൻഡ് മുതൽ അവസാനം തീരുന്ന മിനിറ്റ് വരെ ഈ പറയുന്ന 300 കിലോമീറ്റർ ഓടിച്ചാൽ 6 മണിക്കൂർ വേണം. 6 മണിക്കൂർ വേണം 300 കിലോമീറ്റർ ഒരു വണ്ടി ഓടാൻ. കേരളത്തിൻ്റെ തെരുവോരങ്ങളിലൂടെ ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി ബസ് ഓടുവാൻ ഇന്ത്യൻ മോട്ടോർ വാഹന നിയമം അനുസരിച്ചുകൊണ്ട് കേരളത്തിൻ്റെ മോട്ടോർ വാഹന വകുപ്പ് അനുവദിച്ചിരിക്കുന്ന സമയം 2.25 സെക്കൻഡാണ്. 2.15 സെക്കൻഡ്, 2.25 മിനിറ്റ് എന്ന് നമുക്ക് പറയാം. ഞാൻ ആ കാൽ കണക്കിൽ വന്നപ്പോൾ തെറ്റിപ്പോയതാണ്. 2.25 മിനിറ്റ് ആണ് 1 കിലോമീറ്റർ ഓടാനുള്ള സമയം. ഓർഡിനറി ബസ്സിന് 2.5 മിനിറ്റ്. ഈ റണ്ണിങ് സമയം കണക്കാക്കാതെ KSRTCയിലെ കൺട്രോളിങ്ങുകൾ ഇവരുടെ ഇഷ്ടത്തിന് റണ്ണിങ് സമയം കണക്കാക്കുകയാണ്. അതായത് റണ്ണിങ് സമയം കണക്കാക്കുമ്പോൾ റണ്ണിങ് സമയം കണക്കാക്കാനുള്ള അധികാരം KSRTCക്ക് ഇല്ല. അത് ഇവന്മാർക്ക് മനസ്സിലാകുന്നില്ല. ATOയ്ക്ക് ഇല്ല, ഇവിടെ DTOയ്ക്ക് ഇല്ല, KSRTCയുടെ ഇവിടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓപ്പറേഷൻ ഇല്ല, KSRTCയുടെ MDക്ക് ഇല്ല, KSRTCയുടെ മന്ത്രിക്കില്ല. ഇവിടെ കേരളത്തിൻ്റെ ഗതാഗത തിരക്കുകളും കേരളത്തിൻ്റെ റോഡുകളുടെ അവസ്ഥയും പരിഗണിച്ചുകൊണ്ട് സിംഗിൾ ലൈൻ റോഡ്, ഡബിൾ ലൈൻ റോഡ്, 4 ലൈൻ റോഡ് എന്നിങ്ങനെ തിരിച്ചുകൊണ്ട് ആ റോഡിൻ്റെ ഇതിനനുസരിച്ചും മുനിസിപ്പൽ ഏരിയ, കോർപ്പറേഷൻ ഏരിയ എന്നിങ്ങനെ തിരിച്ചുകൊണ്ടും റണ്ണിങ് സമയത്തിന് വേരിയേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെൻറ്റും മോട്ടോർ വാഹന കമ്മീഷണറുമാണ്. ഗതാഗത വകുപ്പ് കമ്മീഷണറുടെ ഇതിൽ ചേർന്നിരിക്കുന്ന യോഗത്തിൽ തീരുമാനിച്ചിരിക്കുന്നതനുസരിച്ച് ഒരു ഹെവി വെഹിക്കിൾ വാഹനത്തിന് അനുവദനീയമായ ഏറ്റവും വലിയ സ്പീഡ് എന്ന് പറയുന്നത് 60 കിലോമീറ്ററും ഈ വാഹനം സിറ്റി മുനിസിപ്പൽ ഏരിയയിൽ ഓടേണ്ട കിലോമീറ്റർ സ്പീഡ് 35 കിലോമീറ്ററുമാണ്. ഇത് മനസ്സിലാക്കാതെ ചെക്കറുമുഖത്ത് ഈ കൺട്രോളിങ്ങായിട്ടും ATOയുമായിട്ടിരിക്കുന്ന ആളുകൾ ജീവനക്കാരെ കൊല്ലാക്കൊല ചെയ്യുവാനും ജീവനക്കാരുടെ അധിക സമയ ജോലി എടുത്തുകൊണ്ട് വേതനത്തിൽ വെട്ടിക്കുറവ് വരുത്തുകയും അതിന് പ്രകാരം കൂടുതൽ സർവീസ് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഈ സ്ഥാപനം കൂടുതൽ ലാഭത്തിലേക്ക് എത്തിക്കാം എന്നുള്ള വിഡ്ഢിത്തരത്തിലേക്ക് പോവുകയും ചെയ്യുന്നതിൻ്റെ പരിണിതഫലമായിട്ടാണ് ഈ ഷെഡ്യൂൾ പരിഷ്കാരം കൊണ്ടുവന്നിരിക്കുന്നത്. ഞാനിവിടെ വെൽഫെയർ അസോസിയേഷൻ്റെ പേരിൽ ഇവിടുത്തെ ചെക്കർമാരെ, ഈ ബൂത്ത് വന്നിട്ടുള്ള കൺട്രോളിങ്ങുകളെയും ATOമാരെയും ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത് റണ്ണിങ് സമയം കണക്കാക്കാൻ നിങ്ങൾക്ക് അധികാരമില്ല. ഇവിടെ തച്ചക്കരി സാറ് MD ആയിട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ ഇത്തരത്തിലുള്ള കാര്യത്തിൽ കേസ് വന്നാൽ വ്യക്തിപരമായി കൈകാര്യം ചെയ്യണം എന്ന് പറയുന്നുണ്ട്. കേരളത്തിലെ എല്ലാ ഡിപ്പോയിലേക്കും ഞാൻ എൻ്റെ പേരിൽ ഈ കാര്യം സൂചിപ്പിച്ചുകൊണ്ട് ഒരു ലെറ്റർ മെയിൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കെതിരെ വ്യക്തിപരമായി തന്നെയാണ് കേസിന് പോകാൻ ഉദ്ദേശിക്കുന്നത്. റണ്ണിങ് സമയം കണക്കാക്കാൻ നിങ്ങൾക്ക് അധികാരമില്ല. അത് മനസ്സിലാക്കണം. നിങ്ങളുടെ അധികാരത്തിൻ്റെ പരിധി നിങ്ങൾ മനസ്സിലാക്കണം. കൃത്യാന്തര ബാഹുല്യം നടത്തേണ്ട കാര്യം നിങ്ങൾക്കില്ല. അതുകൊണ്ട് KSRTCയിൽ ഇപ്പോൾ നടത്തിയിരിക്കുന്ന, അതായത് INTUCയുടെയും ഡ്രൈവേഴ്സ് യൂണിൻ്റെയും CITUവിൻ്റെയും BMSൻ്റെയും ഒത്താശയോടുകൂടി ഡ്രൈവർമാരെ കൊല്ലാക്കൊല ചെയ്യുവാൻ 1.5 ഡ്യൂട്ടി സംവിധാനത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഈ നിലവിൽ ഡബിൾ ഡ്യൂട്ടി ഓടിക്കൊണ്ടിരിക്കുന്നത് വെട്ടിച്ചുരുക്കി കൊണ്ടുവരുവാൻ അത്തരത്തിൽ കയ്യടി മാനേജ്മെൻറ്റിൻ്റെ അണ്ടിപ്പരിപ്പ് കൂടുതൽ കഴിക്കാം എന്ന് ഇവിടുത്തെ അംഗീകൃത യൂണിയനുകൾ കരുതുന്നുവെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. നിങ്ങൾക്ക് ബദലായി, നിങ്ങൾക്കെതിരായി ഈ നിയമപരമായി ഇത് സംസാരിക്കാൻ വെൽഫെയർ അസോസിയേഷൻ ഉണ്ട്. ഓരോ തൊഴിലാളികളും നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ വരിസംഖ്യ കൊടുക്കുന്ന നിങ്ങളുടെ യൂണിയൻ നിങ്ങളെ വഞ്ചിച്ചിരിക്കുന്നു. ഇത് ഈ പറയുന്ന ATOമാർക്കും കൺട്രോളിങ്ങുകൾക്കും തീരുമാനിക്കാൻ പറ്റുന്നതല്ല റണ്ണിങ് സമയം തീരുമാനിക്കാൻ നാറ്റ്പാക്കിൻ്റെ പഠനത്തിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കേരളത്തിൻ്റെ മോട്ടോർ വാഹന വകുപ്പ് കേരളത്തിൻ്റെ സിംഗിൾ, ഡബിൾ ലൈൻ, സിറ്റി, കോർപ്പറേഷൻ ലിമിറ്റുകളിൽ ഓടേണ്ട കിലോമീറ്ററുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. അത് ഓർഡിനറിയുടെ സമയവും ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി സമയവും ഫാസ്റ്റ് പാസഞ്ചറിൻ്റെ സമയവും സൂപ്പർ ഫാസ്റ്റിൻ്റെയും സൂപ്പർ ക്ലാസ് സർവീസുകളുടെയും സമയവും കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട്. ആ നിർവഹണത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ ആലപ്പുഴയിൽ വഞ്ചന ചെയ്തതുപോലെ എല്ലാ ഡിപ്പോയിലും ഈ പറയുന്ന ആളുകളെ കൊണ്ട് ഒപ്പിടിപ്പിച്ചിട്ട് കോടതിയെ കബളിപ്പിച്ച് ഈ KSRTCയിലെ ഡ്രൈവർമാരെ കൊന്നെടുക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന ചെക്കർ മേധാവിത്വത്തെ തിരിച്ചറിയണം. ചെക്കർ മേധാവിത്വത്തിനെതിരെ ശക്തമായ പോരാട്ടവുമായി വെൽഫെയർ അസോസിയേഷൻ ഉണ്ട്. അതിശക്തമായ നിയമ നടപടികൾ ഓരോ ഡിപ്പോ അധികാരികളും വ്യക്തിപരമായി ഈ കാര്യത്തിൽ നേരിടേണ്ടി വരും. കോർപ്പറേഷൻ്റെ സ്റ്റാൻഡിംഗ് കൗൺസിലിനെ കൊണ്ട് ജയിക്കാൻ സമ്മതിക്കില്ല. തച്ചങ്കരി സാറിൻ്റെ ഓർഡർ അവിടെയുണ്ട്. ആ ഓർഡർ വായിച്ച് പഠിച്ചിട്ട് വേണം ഇത്തരം നടപടികളുമായി മുമ്പോട്ട് പോകാനെന്ന് ഓരോ ചെക്കർമാരെയും ബോധിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി. Thank you.